And welcome to the new video. In the last lecture, I have made a comparison between conductor materials used for overhead transmission system. That is the comparison between volume of conductor material used. In this lecture, I will be comparing the conductor materials used in underground system. That is the volume of conductors used in underground system. Okay. So the conductor materials used in underground system. In an underground transmission using multi-core belt type cables, the chief stress on the insulation is usually between the conductors. And under such situation, the comparison is made on the basis of maximum voltage between the conductors. And again, here we are taking four assumptions, the same as that made in overhead transmission system, and they are: the same power P watts is transmitted by each system. The distance L meters over which power is transmitted remains the same. The line losses W watts are the same in each case. And the maximum voltage between any conductor and earth, which is Vm, is the same in each case. Okay. ഇതേ അസംഷൻസ് തന്നെയാണ് നമ്മൾ ഓവർ ഹെഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേ അസംഷൻസ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സെയിം അസംഷൻസ്. പിന്നെ അവിടുത്തെ പോലെ ഇവിടെ ഒരു 10 സിസ്റ്റംസ് ഉണ്ടാവും. അതിലെ ഫസ്റ്റ് സിസ്റ്റം, അതായത് 2 വയർ DC സിസ്റ്റം റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ബാക്കി എല്ലാറ്റിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അവിടുത്തെ അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ കറണ്ട്, ലോഡ് കറണ്ട് എന്താണെന്ന് കാണും. പിന്നെ ലൈൻ ലോസസ്, I²R ലോസസ് കാണും. അത് കണ്ടക്ടറിനനുസരിച്ച് എത്ര മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നോക്കും. അതിൽ നിന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടക്ടറിന്റെ വോളിയം കാണുന്നു. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. അത് എത്ര കണ്ടക്ടർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ കാണുന്നു. എന്നിട്ട് അത് കമ്പയർ ചെയ്യുന്നു. അത്രയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് AC യിലേക്ക് പോകുമ്പോൾ പവർ ഫാക്ടറും കൂടി വരും. പിന്നെ അവിടെ മാക്സിമം വാല്യൂവിനെ RMS വാല്യൂ ആക്കുന്ന കാര്യങ്ങളാണ് വരും. So the first system, 2 wire DC system. Okay. So 2 wire DC system ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. And if VM denotes the maximum potential difference between the conductors, it will also be the working voltage in this case. Okay. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കണ്ടക്ടറിന്റെ ഇടയിലുള്ള വോൾട്ടേജ് VM, അതാണ് ഇവിടുത്തെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. Therefore the load current I1 is equal to P divided by VM. ഇവിടെ കോസ് ഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് പവർ ഫാക്ടർ ഇല്ല. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. Therefore current is equal to P by VM. Therefore ലൈൻ ലോസസ് I1² R1. ഞാൻ നേരത്തെ പോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോ കേസിലും ഫസ്റ്റ് കേസിന് 1 എടുക്കണം. അപ്പോൾ കറണ്ട് I1, റെസിസ്റ്റൻസ് R1, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഓക്കെ. സോ രണ്ട് കണ്ടക്ടറിൻ്റെ 2I1² R1. സോ വിൽ ഒബ്റ്റെയിൻ ദിസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. ആറിന് പകരം റോ L by A1. അതൊക്കെ അതേപോലെ തന്നെ. സോ വിൽ ഒബ്റ്റെയിൻ A1 ആസ് 2P² rho L divided by WVM². Then കണ്ടക്ടർ മെറ്റീരിയൽ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. 2A1L. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4P² rho L² divided by WVM². ഇതിനാണ് നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് ക്യാപിറ്റൽ K എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഓക്കെ. So this volume will be taken as the basic quantity and comparison shall be made on the basis of this. ഇതാണ് ഇവിടുത്തെ ബേസിസ് കമ്പാരിസൻ്റെ. ഇപ്പോൾ 2 വയർ DC സിസ്റ്റത്തിൻ്റെ വോളിയം 4P² rho L² divided by WVM². ഈ ഒരു ടേം എല്ലാറ്റിലും എത്തിക്കും നമ്മൾ. കെയുടെ ഒരു മൾട്ടിപ്ലൈ ആയിട്ടാണ്, ഒരു ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് എല്ലാറ്റിൻ്റെയും വോളിയം നമ്മൾ പറയുന്നത്. ഓക്കെ. അതാണ് നമ്മുടെ ഫസ്റ്റ് സിസ്റ്റം. സെക്കൻഡ് സിസ്റ്റം 2 വയർ DC സിസ്റ്റം വിത്ത് മിഡ് പോയിന്റ് എർത്ത്. അപ്പോൾ മിഡ് പോയിന്റ് എർത്ത് ആണ് എന്നുള്ളതാണ് അവിടുത്തെ ഡിഫറൻസ് വരുന്നത്. നമ്മളിവിടെ ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് VM തന്നെയാണ് എടുക്കുന്നത്. ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് മാക്സിമം വോൾട്ടേജ് VM എന്ന രീതിയിൽ എടുക്കുന്നത്. കറണ്ട് സെയിം തന്നെ വരിക. എല്ലാ കാര്യങ്ങളും ഇവിടെ എന്തുതന്നെയായിട്ടാണ് വരിക? സെയിം തന്നെയായിട്ടാണ് വരിക. നമുക്ക് അഡീഷണൽ കണ്ടക്ടർ ഒന്നും വന്നിട്ടില്ല. പിന്നെ വോൾട്ടേജ് നമ്മൾ ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് VM ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം K തന്നെ കിട്ടും. Hence the volume of the conductor material required in this system is the same as that for 2 wire DC system. Okay. Then 3 wire DC system. So additional ഒരു മിഡിലെ ഒരു ന്യൂട്രൽ വയർ എന്ന് പറയാം. നമുക്കൊരു അഡീഷണൽ വയറും കൂടിയും ഇവിടെ വരും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അഗെയിൻ ദ മാക്സിമം വോൾട്ടേജ് ബിറ്റ്വീൻ ദ ഔട്ടേഴ്സിൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? VM എടുക്കുന്നത്. ഓക്കെ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2VM എന്നല്ല, VM ആണ് ഔട്ടേഴ്സിൻ്റെ ഇടയിൽ എടുക്കുന്നത്. മറ്റേ ഓവർ ഹെഡിൽ നേരെ 2VM ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം VM എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് അസ്യൂമിങ് എ ബാലൻസ്ഡ് ലോഡ്, ദ കറന്റ് ത്രൂ ദ ന്യൂട്രൽ വയർ വിൽ ബി 0. Therefore I3 equal to P by VM and losses 2 times I3² R3. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടും. ചേഞ്ച് വരാൻ പോകുന്നത് ഏറ്റവും അവസാനമാണ്. അതായത് നമ്മൾ വോളിയം എടുക്കുന്ന സമയത്ത് ന്യൂട്രലും കൂടി കണക്കാക്കുന്നു. ന്യൂട്രൽ പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് എന്താ?
എല്ലാത്തിനും പോലെ തന്നെ ഹാഫ് ഓഫ് ദയർ ഔട്ടേഴ്സിൻ്റെ പകുതിയായിട്ടാണ്. അപ്പോൾ 2.5 വെച്ചിട്ടാണ് നമ്മൾ വോളിയത്തിനെ ഒരു കണ്ടക്ടറിൻ്റെ വോളിയത്തിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ 2.5 ടൈംസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരിക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1.25 ടൈംസ് കെ എന്ന് കിട്ടും. സോ ഒരു 1.25 കെ 2π factor വന്നു, and therefore the volume of the conductor material required in the system is 1.25 times that required for two-wire DC system, which is the reference system. Okay, then single phase two-wire AC system. Single phase two-wire AC system ആണ് ഇപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട്. I4 maximum voltage VM. As the maximum voltage VM as the maximum voltage between the conductors is VM, the RMS voltage എന്തായിരിക്കും? VM by root 2 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പവർ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRMS IRMS cos phi ആണ്. സോ VRMS എന്ന് പറഞ്ഞാൽ VM by root 2 ഉപയോഗിക്കണം മാത്രമേ ഉള്ളൂ. therefore I4 equal to P divided by VM by root 2 cos phi. അപ്പോൾ ആ രീതിക്ക് വെച്ച് നമുക്ക് ലോസസ് കാണാം. രണ്ട് കണ്ടക്ടർ ആയതുകൊണ്ട് 2I4 square R4 വരും. അതിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ലാസ്റ്റ് വോളിയം കാണാൻ വേണ്ടി രണ്ട് കണ്ടക്ടേഴ്സ് ആണ് 2A4L. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2K ഡിവൈഡ് ബൈ കോ സ്ക്വയർ 5 എന്ന് കിട്ടും. അപ്പോൾ കെനെ ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 ബൈ കോ സ്ക്വയർ 5 വെച്ചിട്ടാണ്. ഹെൻസ് ദ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദിസ് സിസ്റ്റം ഈസ് 2 ബൈ കോ സ്ക്വയർ 5 ടൈംസ് ദാറ്റ് റിക്വയർഡ് ഫോർ എ 2-wire DC system. Okay, then moving on to the next system, which is a single phase two-wire system, midpoint earth ആണ്. ബട്ട് അഗെയിൻ നമ്മൾ VM തന്നെയാണ് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലായിട്ടുള്ള വോൾട്ടേജ് എടുക്കുന്നത്, ഔട്ടേഴ്സിൻ്റെ ഇടയിലായിട്ടുള്ള വോൾട്ടേജ് എടുക്കുന്നത്. therefore the RMS value of voltage is again VM by root 2. സെയിം തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ലോഡ് കറണ്ട് ഈക്വൽ ടു P ഡിവൈഡ് ബൈ VM ബൈ റൂട്ട് 2 കോസ് 5 ആണ് വരിക. അങ്ങനെയാണ് ഈ റൂട്ട് 2 P ഡിവൈഡ് ബൈ VM ബൈ കോസ് 5 വന്ന് നമുക്ക് ലൈൻ ലോസസ് 2 സെയിം ലൈൻ ലോസസ് ഒക്കെ സെയിം തന്നെ വരിക. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഫൈനൽ റിലേഷൻ തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും വരിക. മുന്നത്തെ അതേ കേസിലത്തെ അതേപോലെ തന്നെയാണ് വരിക, 2K ഡിവൈഡ് ബൈ കോ സ്ക്വയർ 5. അപ്പോൾ 2 ബൈ കോ സ്ക്വയർ 5 എന്നുള്ള ഫാക്ടർ തന്നെയാണ് നമ്മുടെ സിംഗിൾ ഫേസ് ടു വയർ സിസ്റ്റം വിത്ത് മിഡ് പോയിന്റ് എർത്ത് ആയാലും വരിക, സിമ്പിൾ സിംഗിൾ ഫേസ് ടു വയർ AC സിസ്റ്റം ആയാലും വരുന്നത്. ദെൻ സിംഗിൾ ഫേസ് 3-wire സിസ്റ്റം. ഇപ്പോൾ വീണ്ടും ഒരു ന്യൂട്രൽ വയർ അവിടെ കയറി വന്നു, 3 വയർ മിഡിലായിട്ട്. വോൾട്ടേജ് ഇപ്പോഴും ഔട്ടേഴ്സിനിടയിൽ VM തന്നെയാണ് എടുക്കുന്നത്, വോൾട്ടേജ് VM തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാകാൻ പോകുന്നത്, ആദ്യത്തെ പോർഷനൊക്കെ സെയിം തന്നെയായിരിക്കും. ആകെ കണ്ടക്ടർ മെറ്റീരിയൽ കാണുന്ന സമയത്ത് 2.5 ടൈംസ് എടുക്കണം എന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് നമ്മൾ ഇവിടുന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത് തന്നെയാണ് കിട്ടുക. ഇവിടെ 2 എടുക്കുന്നതിന് പകരം 2.5 എടുക്കണം എന്ന് മാത്രം. അപ്പോൾ അവിടെ ആ ഫാക്ടറിയിൽ ഒരു ഡിഫറൻസ് വരും, 2.5 ബൈ കോ സ്ക്വയർ 5 ആയിട്ട് മാറും മാത്രം. 2.5 ബൈ കോ സ്ക്വയർ 5 ടൈംസ് ആണ് വരിക സിംഗിൾ ഫേസ് 3-wire സിസ്റ്റത്തിൽ. ഓക്കെ, നൗ 2-phase 4-wire AC സിസ്റ്റം. 2-phase 4-wire AC സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഡയഗ്രാം. നമുക്ക് രണ്ട് സെറ്റ് കണ്ടക്ടേഴ്സ് ആണ് AB ആൻഡ് CD. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ VM ആണ് വോൾട്ടേജ്. ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് 2 ഇൻഡിപെൻഡൻറ്റ് സിംഗിൾ ഫേസ് സിസ്റ്റംസ് ഈച്ച് ട്രാൻസ്മിറ്റിംഗ് 1/2 ഓഫ് ദ ടോട്ടൽ പവർ. ഇപ്പോൾ രണ്ട് സിംഗിൾ ഫേസ് സിസ്റ്റം വിത്ത് മൊത്തം പവറിൻ്റെ ഹാഫായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എടുക്കാം. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് the voltage across the outers is twice that of single phase 2-wire system. Right, voltage okay. Therefore the current in I7 in each conductor will be half that of single phase 2-wire system. Consequently the area of cross section of conductor is also half, but as there are 4 wires, total volume of conductor material is the same as that in single phase 2-wire system. മൊത്തം 4 കണ്ടക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഓരോ ഇതിലും ഹാഫ് വന്നു കഴിഞ്ഞാലും ടോട്ടൽ എന്ന് പറയുന്നത് ഇൻറ്റു 2 ടൈംസ് വരും. അപ്പോൾ നമ്മൾ എന്തിനായിട്ട് ഈക്വൽ ആയിട്ട് വരും, സിംഗിൾ ഫേസ് 2-wire സിസ്റ്റത്തിന് ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K ഡിവൈഡ് ബൈ കോ സ്ക്വയർ 5 തന്നെ വരും. എൻ്റെ ഡെറിവേഷൻ അവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ 2-phase 3-wire സിസ്റ്റം. 2-phase 3-wire സിസ്റ്റം വരുമ്പോഴാണ് അവിടെയും നമുക്ക് ഓവർഹെഡിലും കുറച്ച് കാൽക്കുലേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നമുക്കൊരു വയറും കൂടി വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ക്വാഡ്രേച്ചറാണ്, 90 ഡിഗ്രി രണ്ട് ഫേസുകളും തമ്മിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ദ ഫിഗർ ഷോസ് എ 2-phase 3-wire സിസ്റ്റം ആൻഡ് ലെറ്റ് us suppose the maximum voltage between the outers is VM as shown. The maximum voltage between either outer and neutral is VM by root 2 ആണ് വരിക. ഓക്കെ, VM by root 2 ആണ് മാക്സിമം വോൾട്ടേജ് ബിറ്റ്വീൻ
ഔട്ടർ ആൻഡ് ന്യൂട്രൽ. അപ്പോൾ നമുക്ക് വീണ്ടും അവിടുത്തെ എന്ത് കാണണം? ആർ എം എസ് കാണണം. അത് ആർ എം എസ് എന്ന് പറഞ്ഞാൽ ബൈ റൂട്ട് വീണ്ടും വരും, വി എം ബൈ റൂട്ട് ടു ബൈ റൂട്ട് വരും. സോ ദ ആർ എം എസ് വോൾട്ടേജ് ബിറ്റ്വീൻ outer and the neutral wire will be Vm by root 2 divided by root 2, which is equal to Vm by 2. So the current in outer equal to ടോട്ടൽ പവറിൻ്റെ പകുതി ആണ് വരുന്നത് രണ്ട് ഫേസുകളായിട്ട് എടുക്കുന്നത് വിചാരിക്കുക. സോ പി ബൈ ടു ഡിവൈഡ് ബൈ വി എം ബൈ ടു കോസ് ഫൈവ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ വി എം കോസ് ഫൈവ്. ആൻഡ് അഗൈൻ കറണ്ട് ഇൻ ദ ന്യൂട്രൽ വയർ നമുക്കറിയാം 90 ഡിഗ്രി ആണ്, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. സ്ക്വയർ റൂട്ട് ഓഫ് I8 സ്ക്വയർ പ്ലസ് I8 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ടു I8. പിന്നെ കറണ്ട് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ന്യൂട്രൽ വയർ എന്തായിരിക്കും? റൂട്ട് ടു ടൈംസ് ദാറ്റ് ഓഫ് ഔട്ടേഴ്സ് ആയിരിക്കും. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R8 ബൈ റൂട്ട് 2 ആണ് വരിക. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലൈൻ ലോസസ് എന്ന് പറഞ്ഞാൽ 2I8 സ്ക്വയർ R8 പ്ലസ് നമ്മളുടെ മിഡിൽ പോയിന്റ്. അപ്പോൾ അതിൻ്റെ റൂട്ട് 2I8 സ്ക്വയർ ആണ് കറണ്ട് എടുക്കേണ്ടത്, റെസിസ്റ്റൻസ് R8 ബൈ റൂട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ W ഈക്വൽ ടു ഇങ്ങനൊരു എക്സ്പ്രഷൻ വരും. അപ്പോൾ അതിൽ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കണ്ടക്ടർ മെറ്റീരിയൽ കാണുമ്പോൾ വോളിയം കാണുന്ന സമയത്ത് 2 ഇൻറ്റു ഇത് ചെയ്യണം ഔട്ടേഴ്സിൻ്റെ കാണാൻ, മറ്റേതിൻ്റെ റൂട്ട് 2 ടൈംസ് ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൂട്ട് 2 ടൈംസ് A8 ഇൻറ്റു L ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2.194 K ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ 5. അപ്പോൾ അവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2.194 ആണ് വരിക. ഓക്കെ, ദെൻ 3 ഫേസ് 3 വയർ സിസ്റ്റം. Suppose the maximum value of voltage between the conductors is Vm. Maximum voltage ഇവിടെ Vm ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. Then the maximum voltage between each phase and neutral is Vm by root 3. അപ്പോൾ ഫേസും ന്യൂട്രലും നമ്മൾ ഇത് എന്തായിരിക്കും? Vm by root 3 ആയിരിക്കും. അത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കൂടി ഉണ്ടാവും, ബൈ റൂട്ടും കൂടി ഉണ്ടാവും. സോ Vm by root 3 divided by root 2 which is equal to Vm by root 6. Vm by root 6 ആണ് ഇവിടെ ആർ എം എസ് വാല്യൂ വരിക. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പി ആണെങ്കിൽ ഓരോ ഫേസിൽ അതിൻ്റെ 1/3 ഉണ്ടാവുക, P/3 ആണ് വരിക. അപ്പോൾ അത് വെച്ച് നമുക്ക് കറണ്ട് കിട്ടും. ഓക്കെ, ലൈൻ ലോസസ് എന്ന് പറഞ്ഞാൽ 3 ഇതുള്ളതുകൊണ്ട് 3 ടൈംസ് I9 സ്ക്വയർ R9 വരും. അതിൽ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടും. പിന്നെ വോളിയം കാണാൻ 3 ടൈംസ് തന്നെയാണ് ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 K ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ 5 എന്നാണ് വരിക. സോ അടുത്ത ഫാക്ടർ 1.5 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ 5 ആണ്. Then the last system 3 phase 4 wire system. 3 phase 4 wire system ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ 3 phase 4 wire ന്യൂട്രൽ വയറും കൂടി ഉണ്ടായിരിക്കും. And again, if the loads are balanced, the neutral wire carries no current. Consequently, system reduces to what? A 3 phase 3 wire system, except that there is additional neutral wire. അപ്പോൾ അഡീഷണൽ ന്യൂട്രൽ വയർ ഉണ്ട്. അപ്പോൾ വോളിയം കാണുന്ന സമയത്ത് നമ്മൾ എന്താ 0.5 അവിടെ മൾട്ടിപ്ലിക്കേഷനിൽ എടുത്താൽ മതി. 3ക്ക് വരാം 3.5, കാരണം നമ്മൾ ഇതിൻ്റെ ഹാഫ് ആണ് വോളിയം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ 1.75 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ 5 ടൈംസ് K എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കണ്ടക്ടർ മെറ്റീരിയൽസിൻ്റെ കമ്പാരിസൺ വരുന്നത്. ഇത് മൊത്തം ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ.